ഹായ് ഫ്രണ്ട്സ്, ഇന്ന് എനിക്കൊരു സ്പെഷ്യൽ ഡേ ആണ് കേട്ടോ. എന്താണെങ്കിൽ ഇന്ന് എൻ്റെ മോൻ്റെ ബർത്ത്ഡേ ആണ്. അവനില്ലെങ്കിലും ഞാൻ സദ്യ, ഒരു ചെറിയ സദ്യ, എനിക്ക് ജലദോഷമൊക്കെ ആയിട്ട് ഇരിക്കുക തുടങ്ങി ഇന്ന് രാവിലെ തൊട്ട്. അതുകൊണ്ട് ഒരു ചെറിയ സദ്യ, മോളുടെ സദ്യ ഒരുക്കിയിട്ട് ഇനി അവൻ്റെ സദ്യ ഒരുക്കിയില്ലെങ്കിൽ കംപ്ലൈൻ്റ് ആവും. അതിന് വേണ്ടിയിട്ട് ആദ്യം പായസം മാത്രം ഉണ്ടാക്കിയിട്ടുണ്ട്. കണ്ടോ, പായസം ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ തോരൻ, കറി എല്ലാം പകുതിയായിട്ട് കിടക്കുന്നുണ്ട്. ഇനി അത് കംപ്ലീറ്റ് ചെയ്യാം, അത് കാണാം കേട്ടോ. കടുക് താളിച്ച്, ഉണ്ണും പരിപ്പ് താളിച്ച്, സവാളയും പച്ചമുളകും കറിവേപ്പിലയും ക്രഷ് ചെയ്ത് വെച്ച് കാബേജിന് വേണ്ടിയിട്ടാട്ടോ. ഇതൊന്നും ഇവിടെ ഒന്ന് വഴഞ്ഞിട്ട് കാബേജ് ഇടാം കേട്ടോ. അപ്പോഴേക്കും നമ്മൾ ഓലൻ ഇവിടെ വെന്തിട്ടുണ്ട്. ഇത് രണ്ടാം പാലിലാണ് കുമ്പളങ്ങ വേവിച്ചത് കേട്ടോ. ഞങ്ങളുടെ ഓലനാണ് തൃശ്ശൂർ. ഇവിടെ സദ്യക്കൊക്കെ വെക്കണ ഓലനാണ്. വെറും പച്ചമുളകും തേങ്ങാപ്പാൽ ഒഴിച്ച് കുമ്പളങ്ങ വേവിക്കും. ഇതൊന്ന് വറ്റി വരുമ്പോൾ നമ്മൾ ഫസ്റ്റ് പാലൊഴിക്കും, കുറുകിയ പാൽ. എന്നിട്ട് തുള്ളി പച്ച വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇറക്കും. എന്നിട്ട് കറിവേപ്പില ഒന്ന് വറ്റിയിട്ട് പാലൊഴിക്കാം. അല്ലെങ്കിൽ പാല് ഭയങ്കര പാലായിരുന്നു. നമുക്ക് ഇത് വറ്റുമ്പോഴേക്ക് ഇതിടാം കാബേജ്. ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ തിരുമ്പി വെച്ചതാണ് കേട്ടോ. ഒന്ന് പകുതി വേവുമ്പോൾ നമുക്ക് തേങ്ങയിട്ട് ബാക്കിയുള്ളത് ചെയ്യാം. ഇതെന്താ കറിയെന്ന് അറിയോ? മെലൂഷനാണ്. ഇതിലെന്താ വെച്ചാൽ പരിപ്പും കഷ്ണം പപ്പായ എന്നിട്ടാണ്. ഇതിന് എങ്ങനെയാണെങ്കിൽ എൽശ്ശേരിയുടെ മാതിരി. ഇതിലേക്കിപ്പോൾ അരപ്പ് ചേർക്കാം കേട്ടോ. ഇത്തിരി തേങ്ങാപ്പാലിലാണ് ഇതൊക്കെ വേവിച്ചാണ് കേട്ടോ. അരപ്പ് തേങ്ങയും ജീരകം വെളുത്തുള്ളി, നമ്മൾ എൽശ്ശേരി വയ്ക്കണ മാതിരി തന്നെ. കാബേജ് ഒന്നുകൂടി വേവട്ടെ, പാലിനും ഒന്നുകൂടി വറ്റട്ടെ. നമുക്ക് ഫസ്റ്റ് പാല് നിറയുണ്ട്, അത് കാരണം ഇപ്പോൾ അധികം ഒഴിക്കണ്ട. ഇത് ഉപ്പിട്ടിട്ടില്ലല്ലോ. കറി തിളച്ചൊന്ന് നമുക്ക് താളിക്കാം. ഇതിൽ നമുക്ക് തേങ്ങ ഇടാം. ഇത് വെള്ളം ഒഴിക്കാണ്ടിട്ട് ഉണ്ടാക്കുന്നത്, ഇതിലുള്ള വെള്ളത്തിൽ തന്നെ. നല്ല ടേസ്റ്റ് അങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞു. ഈ ആവിയിൽ തന്നെ ഒന്ന് വെന്തിട്ട് കാബേജ് ആയിട്ടുണ്ട് കേട്ടോ. ഓഫ് ചെയ്തു. നമുക്കിത് നോക്കണം. ഇതിൻ്റെ പാല് ഒന്ന് വറ്റി കഴിഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് പാൽ വയ്ക്കണം. തിളച്ചത് താളിക്കാം. ഇത് വറ്റിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ പാലൊഴിച്ചു, അടുത്ത് ഒഴിക്കണ്ടേ.
ഇനി ഇതൊന്ന് വറ്റുമ്പോൾ ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ചിറക്കാം. കറി നല്ല തിളക്കിണ്ട്, നമുക്ക് താളിക്കാൻ നോക്കാം. കറി താളിക്കാം കേട്ടോ. പഴം പുഴുങ്ങാൻ പറ്റും. നമ്മുടെ കറി താളിക്കാട്ടോ. ഇത് നോക്കണം, ഇതിൻ്റെ ഒപ്പം ഒന്ന് കുറുകി നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഓഫ് ചെയ്യാം. ഉപ്പൊക്കെ ഉണ്ടോന്ന് നോക്കാം. തുണ്ട് ഉപ്പ്. കറിയായി, തോരനായി, പായസമായി, ചോറായി, ഈ പഴം, പപ്പടം, സാലഡ് ഉണ്ടാക്കണം വിചാരിക്കുന്നുണ്ട്. ജലദോഷം ആയതുകൊണ്ട് പേടിച്ചിട്ടിരിക്കണം, വേണോ വേണ്ടേന്ന് വയ്യ. ഒന്നും കൂടി വറ്റട്ടെ, നല്ല രസമുണ്ട്. അതുപോലെ കറക്റ്റായിട്ടുണ്ട് കേട്ടോ. നമുക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ കൂടി ഒഴിക്കാം. ഞാൻ ഓഫ് ചെയ്യാം കേട്ടോ. ഇതൊന്ന് വറ്റി തിരിയുന്നിട്ട് വറ്റട്ടെ. പഴയ അവിടെ പഴമായിട്ടുണ്ട്, പായസമായിട്ടുണ്ട്, പപ്പടമായിട്ടുണ്ട്, കറികളൊക്കെ ആയിട്ടുണ്ട്, ചോറായിട്ടുണ്ട്. കഴിക്കാം. അപ്പം നമ്മുടെ ഇന്നത്തെ ഒരു കൊച്ചു സദ്യ മോൻ്റെ ബർത്ത്ഡേ ആയിട്ട് ഇന്ന് ഭയങ്കര സന്തോഷമുള്ളൊരു ദിവസമാണ്. എന്താണിങ്ങനെ, ഞാൻ പ്രഗ്നൻ്റായിരിക്കുമ്പോൾ ആദ്യത്തെ കുട്ടി എനിക്ക് പെണ്ണായിരുന്നു. പിന്നെ പ്രഗ്നൻ്റായിരിക്കുമ്പോൾ ഡോക്ടർ പറഞ്ഞു, സ്കാൻ എടുത്തപ്പോൾ പറഞ്ഞു പെൺകുട്ടിയാണ്. കാരണം പെൺകുട്ടിയാണെന്ന് ഡോക്ടർ പറഞ്ഞില്ല, തിരിയണില്ല, അതിനെ അറിയണില്ല പറഞ്ഞു. ഞാൻ പറഞ്ഞു അറിയണില്ലെങ്കിൽ അത് പെണ്ണ് തന്നെയെന്ന് പറഞ്ഞു. എന്നിട്ട് എൻ്റെ മോളുടെ മൂത്ത മോളുടെ ഡ്രസ്സൊക്കെ നാശാക്കാണ്ട് എടുത്ത് വയ്ക്കലൊക്കെ ഞാൻ ചെയ്തു. 5 മാസം കഴിഞ്ഞപ്പോൾ സ്കാൻ എടുത്തപ്പോൾ, അന്ന് സ്കാൻ എടുത്തത് 93-ലാണ്. അപ്പോൾ 94 ഇവൻ ജനിച്ചതിന് ശേഷമാണ് ഇതൊക്കെ പാടില്ല എന്നുള്ള ഒരു ഇത് വന്നത്.
അപ്പോൾ അതിന് മുമ്പ് എൻ്റെ 2 മക്കളേനെയും പറഞ്ഞിട്ടുണ്ടായിരുന്നു. മോനെ അറിയില്ല എന്ന് പറഞ്ഞു. അങ്ങനെ തൃശ്ശൂർ മിഷൻ ജൂബിലി മിഷനിൽ ഞാൻ പ്രസവിച്ചപ്പോൾ സിസ്റ്റർ വന്ന്, ഞാൻ അവരോടൊക്കെ പറഞ്ഞു പെൺകുട്ടിയാന്ന്. സിസ്റ്റർ പറയാം ആരാ പറഞ്ഞ പെണ്ണാന്ന്, ഇതാണാണല്ലോ എന്ന്. അപ്പോൾ ഒരു ഭയങ്കര സന്തോഷമുണ്ടായി. കാരണം ആദ്യത്തെ ഒരു പെണ്ണുണ്ടല്ലോ, പിന്നെ ഒരാണ് ആഗ്രഹിക്കില്ല ആരായാലും. അങ്ങനെ എനിക്ക് ഇന്നൊരു സന്തോഷമുള്ളൊരു ദിവസം. മോനിവിടെ ഇല്ല, UK അവനിപ്പോൾ കൊച്ചുണ്ടായിട്ട് 3 മാസമായി. കല്യാണം വെഡ്ഡിങ് ആനിവേഴ്സറി February 2 അപ്പോൾ അവർ ഇങ്ങനെ വരാൻ പറ്റിയിട്ടില്ല. അവർക്ക് കൊച്ചിന് പാസ്പോർട്ട് കിട്ടാത്ത കാരണം. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ഒരു കൊച്ചു സദ്യ. പായസം, പഴം, പപ്പടം, സാമ്പാറില്ല, എന്നും സാമ്പാർ കഴിക്കില്ല. അപ്പോൾ മെലൂഷ്യൻ വെച്ചിട്ടുണ്ട്. ഇത് നിങ്ങൾക്കൊക്കെ അറിയില്ല, നല്ല കറി കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ കറി. പിന്നെ കാബേജ് തോരൻ, പിന്നെ തൃശ്ശൂർ സ്റ്റൈലിലെ ഓലൻ. ഞങ്ങൾ ഈ തിരുവനന്തപുരത്തൊക്കെ പയറിടുന്ന കേട്ടിട്ടുണ്ട്. ഞങ്ങൾ എൽശ്ശേരിയിലാണ് കേട്ടോ പയറിടുക. ഞങ്ങൾ ഓലല്ലെല്ലാം തൃശ്ശൂർ. അവരെ ഇളയതുമാർ കേട്ടാൽ ചിരിക്കും. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ഒരു കൊച്ചു സദ്യ. അപ്പോൾ ഓക്കെ കേട്ടോ. എല്ലാവരും കണ്ടിട്ട് കമൻ്റൊക്കെ പറയുന്നു കേട്ടോ. വലിയ സദ്യ ഒന്നുമല്ലെന്ന് അറിയാം. എന്നെ കൊണ്ട് പറ്റണമായി വയ്യാണ്ട് ജലദോഷം തുമ്മലായിട്ട് എനിക്ക് എണീറ്റിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ഉണ്ടാക്കിയെന്ന് മാത്രം. അല്ലെങ്കിൽ മോന് വിഷമാവില്ലേ. ഇതൊക്കെയുള്ളൂ കേട്ടോ ഇന്നത്തെ കൊച്ചു സദ്യ. പായസം അതായിരുന്നു. അടിപൊളി ടേസ്റ്റ് കേട്ടോ പായസം. നല്ല പാല് കുറുകുറുങ്ങനെ കുറുക്കിട്ടോ. അപ്പോൾ ഓക്കെ കേട്ടോ, നിങ്ങൾ കഴിക്കാം, ഞങ്ങൾ കഴിക്കട്ടെ കേട്ടോ. ഞാനിന്ന് അറിയാണ്ടൊരു പൊട്ടത്തരം ചെയ്തു, വീഡിയോ നേരെ പിടിച്ചിട്ടെടുത്താണ്. അപ്പോൾ ഓക്കെ, ബായ്. അപ്പം ഞങ്ങൾ ചോറിനാൻ പോകട്ടോ. ആവശ്യമുണ്ടെങ്കിൽ എടുക്കാമല്ലോ. കറി നമ്മുടെ ഓല പുളിഞ്ചി കഴിഞ്ഞു. ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തതാണ്. എനിക്കൊന്ന് വയ്യാത്ത കാരണം കുറേ ഒന്നും ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല. പപ്പടം ബാക്കി പായസത്തിന് വയ്ക്കാം കേട്ടോ. പായസം പഴം, പപ്പടം കുറച്ചാണെങ്കിലൊന്നും നല്ല ടേസ്റ്റാണ്. അല്ലാണ്ട് എല്ലാ ദിവസവും ടേസ്റ്റാണ്. അപ്പോൾ ഞങ്ങൾ കഴിക്കട്ടെ കേട്ടോ. നല്ല കാര്യമാണ്. എന്നിട്ട് കഷ്ണം എന്നറിയാം പപ്പായ. ആൾക്കാർക്കൊന്നും അറിയില്ല, ഉപ്പേരിയൊക്കെ മാത്രം അറിയുള്ളൂ. ഞാൻ കണ്ടുപിടിച്ചതറിയാം. ഫ്രൂട്ട്സ് ഇല്ല, കളിക്കുമ്പോൾ എന്തെങ്കിലും വാങ്ങിക്കോളൂ ഫ്രൂട്ട്സ്. പാലും കൂടി കുറച്ച്.
ഈ പൈസ കുടിക്കില്ലേ? അല്ലടിയുണ്ട് കട്ടയി, അത് നല്ല രസം. പാല് കുറുക്കി പായസം, പഴം, പപ്പടം, അവസാനം അങ്ങനെ കഴിക്കാൻ നല്ല രസമാണ്. കുറേ ഇന്ന് കുറച്ചെടുത്തുള്ളൂ, കുറേ നല്ല ടേസ്റ്റ് ഉണ്ടല്ലോ. അപ്പോൾ ഓക്കേട്ടാ, ബായ്. ഇന്നത്തെ സദ്യ കഴിക്കൽ കഴിഞ്ഞു. അപ്പോൾ ഞങ്ങളെല്ലാവരും കഴിച്ചു, നിങ്ങളും കഴിച്ചു എന്ന് വിചാരിക്കുന്നു. ഓക്കെ, ബായ്.